വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 14-ാം തീയതി വിശുദ്ധ യൗസേപ്പിൻ്റെ പലായനങ്ങൾ. ബത്ലഹേമിൽ പിറന്ന ദിവ്യ ശിശുവിനെ സന്ദർശിക്കുവാൻ പൂർവ്വദേശത്തു നിന്ന് വന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുക. യൗസേപ്പ് ഉണർന്ന് കുഞ്ഞിനെയും അമ്മയെയും കൊണ്ട് രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദസിൻ്റെ മരണശേഷം കർത്താവിൻ്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് സ്വപ്നത്തിൽ യൗസേപ്പിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് കുട്ടിയെയും അമ്മയെയും കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകുക. അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഹെറോദേസിൻ്റെ സിംഹാസനത്തിൽ പുത്രനായ അർക്കലാവോസ് യൂദയ ഭരിക്കുന്നുവെന്ന് കേട്ട യൗസേപ്പ് ഭയന്നു. ഗലീലിയയിലേക്ക് പോയി അവിടെ നിന്ന് നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിച്ചു. ജപം. ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ദിവ്യശിശുവിനെ രക്ഷിക്കാനായി വിശുദ്ധ യൗസേപ്പിനെ സന്നദ്ധനാക്കിയ പിതാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുഹിതമനുസരിച്ച് വിശുദ്ധൻ വർത്തിച്ചതുപോലെ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ആവശ്യമായ പ്രേരണ ഞങ്ങൾക്കും നൽകണമേ. ഈശോയെയും മറിയത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ക്ലേശപൂർണമായ യാത്രകൾക്ക് തയ്യാറായ വിശുദ്ധ യൗസേപ്പെ, ഒരു തരത്തിലും ഞങ്ങളിൽ നിന്ന് ഈശോ നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃതജപം. ദിവ്യ ശിശുവിനെ രക്ഷിക്കുവാനായി സഹനങ്ങൾ ഏറ്റെടുത്ത വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.